സുഹൃത്തെ, ഞാൻ ജസ്റ്റിൽ മാസ്റ്റേജിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള PSCയിൽ നിരവധി അവസരങ്ങളായിട്ട് ഡിസംബർ സെക്കൻഡ് വീക്കിൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസംബറിലെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസിൽ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അസിസ്റ്റൻ്റ് ഡാറ്റ ബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ, എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റേജ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ലൈക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗസറ്റ് ഡേറ്റ് 15/12/2023 അടിസ്ഥാനത്തിൽ കാറ്റഗറി നമ്പർ 521/2023 പുതുതായിട്ട് വന്ന ഈ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ. ഇതിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് അസിസ്റ്റൻറ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ കേരള PSC ആരംഭിച്ചിട്ടുള്ളത്. സാലറി വരുന്നത് 56,500 രൂപ മുതൽ 1,23,700 രൂപ വരെയാണ്. നല്ല അടിപൊളി സാലറി സ്കെയിലാണ്. ഒരു വേക്കൻസി ഇപ്പം കറൻ്റ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും കൂടുതൽ വന്നേക്കാം. ഓക്കെ, PSCയുടെ കാര്യമാണ് ഇത്. അതിൽ നിന്നുള്ള വിരമിക്കലും അല്ലെങ്കിൽ ഡെത്തും അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് തന്നെ വേക്കൻസികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മിനിമം ഒരു 3 വർഷത്തേക്കൊക്കെ ഈ ലിസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ വരുന്ന ഒഴിവുകളൊക്കെ ഈ ലിസ്റ്റ് പ്രകാരമായിരിക്കും നികത്തപ്പെടുക. ഓക്കെ, എന്തായാലും ഇത് കേരള PSCയിലേക്കുള്ള ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 18 വയസ്സിനും 36 വയസ്സിനിടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ 2/1/1987 1/1/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/STക്കാർക്ക് 5 വർഷത്തെയും OBCക്കാർക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം. MCA അല്ലെങ്കിൽ MTech കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ, അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞവരുണ്ടാവില്ല. അതായത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രത്തോളമാണ് ക്വാളിഫിക്കേഷന്. പിന്നീടെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ തുടക്കകാലത്തിൽ എന്തായിരിക്കും പ്രൊബോഷണറി പീരീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി ഇതിലേക്ക് അങ്ങനെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനുള്ള വെബ്സൈറ്റാണ് www.keralapsc.gov.in എന്നുള്ള വെബ്സൈറ്റ് പോവുക. നിങ്ങൾ ഇതുവരെ കേരള PSCയിൽ പ്രൊഫൈൽ, അതായത് എന്ന് വെച്ചാൽ 1 ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഈ വെബ്സൈറ്റ് പോയതിനു ശേഷം 1 ടൈം രജിസ്ട്രേഷൻ എന്നുള്ളൊരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഇത് കാണാം. ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം വെച്ചാൽ നിങ്ങൾക്ക് ഒരു യൂസർ ID യും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആ യൂസർ ID യും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്യുക. അതായത് എന്ന് വെച്ചാൽ കേരള PSCയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള സെക്ഷൻ ഉണ്ടാവും. ആ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് സ്റ്റേറ്റ് വൈഡ് വേക്കൻസീസ് എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് എന്നുള്ള അല്ലെങ്കിൽ ഡാറ്റ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പോസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല, സൗജന്യമാണ്. എക്സാമിനേഷന് വേറെ പ്രത്യേക ചാർജുകളൊന്നുമില്ല. നിങ്ങളുടെ എക്സാമിനേഷൻ്റെ ഡേറ്റിൽ അവിടെ പോവുക, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ പോവുക, എക്സാമിനേഷൻ എഴുതുക എന്നുള്ളത് മാത്രമേ പ്രൊസീജിയറായിട്ട് വരുന്നുള്ളൂ. ശേഷം നിങ്ങളുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. ഓക്കെ, എന്തായാലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് ഈ വീഡിയോ നോക്കാനുള്ളത്. എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയാണ് ജനുവരി 10 രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.